നമസ്കാരം. ചിങ്ങമാസം പുലരുമ്പോൾ എന്ന പരിപാടിയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ മലയാളികളാണ്. പക്ഷേ മലയാള മാസത്തിനെ കുറിച്ചോ മലയാള വർഷത്തെക്കുറിച്ചോ മലയാള കലണ്ടറിനെ കുറിച്ചോ അവഗാഹമുള്ള വളരെ ചുരുക്കം പേരെ നമ്മുടെ കൂടെയുള്ളൂ. അതിനെക്കുറിച്ച് വിശദമായ ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നാണ് നമ്മുടെ മലയാള മാസം തുടങ്ങുന്നത്? എന്നാണ് നമ്മുടെ മലയാള വർഷം തുടങ്ങുന്നത്? എന്നാണ് അവസാനിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഇതിനെ മലയാള വർഷത്തിലെ തുടക്കം എന്ന് പറയുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ അതിഥികളായി ഇന്ന് എത്തിയിരിക്കുന്നത് അന്തരീക്ഷ ശാസ്ത്രത്തിലും കാലാവസ്ഥാ ശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള രണ്ട് മഹത് വ്യക്തികളാണ്. ഡോക്ടർ വേണുജി നായരും ഡോക്ടർ സുരേഷ് നാരായണനുമാണ് നമ്മുടെ അതിഥികളായിട്ട് ഇന്നെത്തിയിരിക്കുന്നത്. സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. നമ്മുടെ മലയാള മാസം അല്ലെങ്കിൽ മലയാളം കലണ്ടർ 1199 നിന്നും 1200 13ാമത്തെ നൂറ്റാണ്ട് അതിനകത്തേക്ക് കിടക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് മലയാള മാസത്തിനെ കുറിച്ചോ മലയാള വർഷത്തെ കുറിച്ചോ കലണ്ടറിനെ കുറിച്ചോ ഒരു വലിയ ധാരണയില്ല. അല്ല അതിന്റെ സത്യം ഞാൻ പറയുന്ന ആവശ്യമൊന്നുമില്ല. അപ്പൊ അതിനെ കുറിച്ചൊരു കൃത്യമായ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അറിവ് കൊടുക്കാനാണ് നമ്മുടെ ചർച്ച. അപ്പൊ എന്താണ് മലയാളം കലണ്ടർ, അല്ലെങ്കിൽ ആ 13ാമത്തെ നൂറ്റാണ്ടിലേക്ക് കിടക്കുന്ന ഈ സമയത്ത് ഇതിലൊക്കെ വളരെ പ്രാവീണ്യമുള്ള നിങ്ങളുടെ അടുത്ത് നിന്നും നന്നായിരിക്കും. ഈ ഓഗസ്റ്റ് 17 ചിങ്ങമാസമാണ്. അത് തന്നെ നമുക്കറിയാം. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേര് തന്നെ ചിങ്ങമാസപ്പുലരി. അപ്പൊ അത് 13ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്നു എന്ന ബോധം സാമാന്യ മലയാളി എടുക്കുന്നത് കൊള്ളാം. 12 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. അതായത് നമ്മളെ എനിക്ക് തോന്നുന്നു നമ്മുടെ വിദ്യാഭ്യാസ ഇതിനകത്ത് ഈ ഗ്രിഗോറിയൻ കലണ്ടറുകൾ ഫോളോ ചെയ്ത ഒരു പ്രസക്തിയാണ് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നത്. അതായത് ഇംഗ്ലീഷുകാരുടെ കാലം തൊട്ടേ നമ്മളത് ഫോളോ ചെയ്ത് വരുന്നോണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴൊരു 60-70 വയസ്സിലൊക്കെ ഉള്ള ആളുകൾ അന്ന് കാലത്തൊക്കെ കുറെ കൂടെ ഈ മലയാള മാസത്തെ കുറിച്ചൊക്കെ ധാരണകൾ അന്ന് ഉണ്ടായിരുന്നു. കാര്യം അവരുടെ വീടുകളിൽ ഈ കൃഷിയും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ അവരുടെ വാക്കാലുള്ള അറിവുകൾ തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു. നാട്ടുപാട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല പിന്നീട് കുട്ടികളെ മുത്തച്ഛനും മുത്തശ്ശിയും വളർത്തി വന്ന ഒരു കാലമുണ്ട്. അന്ന് ഇത് കഥകളിലൂടെയൊക്കെ ഇത് ആ സാഹചര്യം പോയി. ന്യൂക്ലിയർ ഫാമിലി വന്നപ്പോഴത്തേക്ക് മുത്തശ്ശനും മുത്തശ്ശി എവിടെയോ കുഞ്ഞ് നഴ്സറി സ്കൂളിൽ പഠിക്കുന്നു. അവൻ ഈ മലയാള ഭാഷയായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നീട് എനിക്ക് തോന്നുന്നു സാറേ അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ഈ CBSE സിസ്റ്റം ഓഫ് ലേണിംഗ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു മലയാള ഭാഷ ഇപ്പൊ നമ്മളൊക്കെ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളുകളാണ്. അപ്പൊ അന്ന് കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി CBSE സിസ്റ്റം ഓഫ്. അപ്പൊ ഇപ്പോഴത്തെ യങ്ങർ ജനറേഷനെ സംബന്ധിച്ച് വളരെ അന്യമാണ്. അത് യാതൊരു സംശയമുള്ള കാര്യമല്ല. അപ്പൊ അവരതിന്റെ പ്രസക്തി പലപ്പോഴും ചോദിക്കും, ഇത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ അങ്ങനെ ഒരു കലണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. പറയുന്നത് ഇപ്പൊ ഈ പ്രാദേശികമായ കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളിൽ ഉൾപ്പെടുത്തണമെന്നാണ്. അതായത് അത് മറ്റു രാജ്യങ്ങളെ നമ്മൾ നിരീക്ഷിക്കണം. മറ്റു രാജ്യങ്ങളെ ഇപ്പൊ നമ്മള് പ്രധാനമായിട്ടും ഇപ്പൊ ഈ സയൻസിൽ തന്നെ മുമ്പോട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പൊ ചൈനയാണെങ്കിലും ജപ്പാൻ ആണെങ്കിലും, അതായത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആണെങ്കിലും യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും എല്ലാം അവരുടെ തനതായ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ഈവൻ നമുക്കറിയാം അവരുടെ ഭാഷ പോലും അവർ ഇംഗ്ലീഷിലേക്ക് കൺവെർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇത് ചില പഠനങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ സ്ഥിതിക്ക് പറയാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതായത് നമ്മളുടെ അറിവുകൾ നമ്മുടെ പ്രാദേശിക ഭാഷകളിൽ നമ്മൾ സമാഹരിക്കുമ്പോൾ അത് നമ്മുടെ ഡീപ്പ് മെമ്മറിയിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് അവർ പറയുന്നത്, സയന്റിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ അത് കൂടുതൽ കാലം നമ്മുടെ മെമ്മറിയിൽ നിൽക്കാൻ, നമുക്ക് അത് വിശകലനം ചെയ്യാൻ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യാനും സാധിക്കും. ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നത് നമ്മളത് പ്രത്യേകിച്ച് ഇന്ത്യ ഇപ്പൊ ഈ വൈവിധ്യമാർന്ന ഒരു സംസ്ഥാനമാണ്. 10-27 സംസ്ഥാനങ്ങളും അതിനകത്ത് വിവിധ ഭാഷകളും ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ കാര്യങ്ങളെ ഒരു മനുഷ്യൻ അനലൈസ് ചെയ്യുന്നവന്റെ മാതൃഭാഷയിലായിരിക്കും എന്ന് തന്നെയാണ് അതിനകത്ത് സയന്റിസ്റ്റുകൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് നമ്മൾ എത്രയൊക്കെ ഇംഗ്ലീഷോ ഹിന്ദിയോ എന്തൊക്കെ ഉപയോഗിച്ചാലും പ്രാദേശിക ഭാഷ നമ്മുടെ അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ ഭാഷയിൽ അനലൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ പലപ്പോഴും നിരീക്ഷിച്ചിട്ടുണ്ട്. കാര്യം നമ്മളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ, ഒരു ശാസ്ത്ര ഇത് നമ്മൾ ഇംഗ്ലീഷിൽ അവതരിപ്പിക്കുമ്പോൾ ഇപ്പോഴത്തെ ആളുകളിലേക്ക് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അത് മലയാളത്തിലേക്ക് അത് ചെയ്യുന്ന സമയത്ത് അവർക്കത് വളരെ ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഭൗതിക ശാസ്ത്രമൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്, വളരെ പെട്ടെന്ന് അവരത് പിക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈവൻ CBSE ആളുകൾ പോലും ഭാഷയായിട്ട് ബന്ധപ്പെട്ട് അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അപ്പൊ നമുക്ക് ഈ തരുണത്തിൽ ഈ മലയാള ഭാഷയ്ക്ക് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസും കൂടെ നമ്മൾ പറയണം. അത് പലപ്പോഴും സംഭവിക്കുന്നില്ല. അല്ല, അതിന്റെ ഒരു എക്സ്ട്രീം കേസൊക്കെ എന്റെ അനുഭവത്തിലുണ്ട്. എന്നോടൊത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിച്ച ഒരാള് വിവാഹം കഴിഞ്ഞപ്പം അവന്റെ മകനോട് പറഞ്ഞത് ഇംഗ്ലീഷാണ് നിന്റെ മാതൃഭാഷ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് മാത്രം വീട്ടിൽ സംസാരിക്കുകയും എല്ലാം ചെയ്തു. പക്ഷെ അവസാനം എങ്ങനെ ആയെന്ന് എനിക്ക് അറിയില്ല. എങ്കിലും അങ്ങനെ ഒരു വൈകല്യം ആ കുട്ടിയെ ചെറുപ്പം മുതലേ ഉണ്ടാക്കി വെക്കാൻ അയാൾ ശ്രമിച്ചു. ഡോക്ടർ വേണു സംസാരിച്ച മാതിരി ഒരു ക്ലാഷ് ഓഫ് ഇത് ആ കുട്ടിയുടെ മനസ്സിൽ കാര്യം അതിന് അവര് പറയുന്നത് ഈ മെഡിക്കൽ സയൻസിൽ തന്നെ പറയുന്നത് ഒരു കുട്ടിയുടെ ലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ആദ്യത്തെ 5 വർഷമാണ്. ഈ 5 വർഷത്തിനിടയ്ക്ക് മാതാവുമായിട്ടുള്ള കാര്യം മലയാളം സംസാരിക്കുന്ന മാതാപിതാക്കളായിരിക്കുമല്ലോ, ആ ഭാഷ അവരിലേക്ക് ഇൻസ്റ്റിൽ ചെയ്യുന്നുണ്ട്, അതിനകത്തേക്ക് അവരിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പിന്നീട് അവര് വിദ്യാഭ്യാസ കാലത്തിലേക്ക് കയറുമ്പോൾ അവർ ഇംഗ്ലീഷിലേക്ക് മാറുന്നേ ഉള്ളൂ. പക്ഷെ ആ ലിംഗ്വിസ്റ്റിക് ഫീച്ചർ ഡെവലപ്പ് ചെയ്യുന്ന കാലത്തുള്ള ആ ഒരു സമയം അത് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്, എംബഡഡാണ്. എനിക്ക് തോന്നുന്നത് അവിടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ ഈ കുഞ്ഞിലേക്ക് അറിവ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത് എന്റെ ബ്രെയിൻ ഡെവലപ്മെന്റില്. അത് തന്നെയുണ്ട്. അപ്പൊ പോലെ തന്നെ തുടങ്ങുന്നുണ്ട് ഈ കാര്യം, അറിവ് നേടുക എന്നുള്ളത്. അപ്പൊ വലുതായി കഴിഞ്ഞിട്ട് തികച്ചും വ്യത്യസ്തമായ ഒരു ഭാഷാ സിസ്റ്റത്തിലേക്ക് ഇവൻ പോകുമ്പോ അവന്റെ മാതൃഭാഷ അവിടെ ഇല്ലെങ്കിൽ വലിയ നഷ്ടം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഭാഷാ സംസ്കാരത്തിലും ബാക്കിയുള്ളതല്ല, നമ്മുടെ സംസ്കാരം മുഴുവൻ നമ്മുടെ ഡെവലപ്മെന്റ് ഒരു പാർട്ടിലേക്ക് നമ്മൾ മാറ്റേണ്ടതിന്റെ ആവശ്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മള് ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളെ ഇപ്പൊ നമ്മള് ലിറ്ററേച്ചറിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ എല്ലാം കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇംഗ്ലീഷിലായിരിക്കും വരുന്നത്. ഇതിനെ അവർക്ക് പിന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് വരും ചില സമയങ്ങളിൽ. ഈവൻ ഒരു PG ലെവലിൽ പോലും സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഒന്ന് മലയാളീകരിച്ച് ആ ആശയങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ മാതൃഭാഷയിലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഓഫ് കോഴ്സ് നമുക്ക് എന്തായാലും ഇംഗ്ലീഷിലേക്ക് പറ്റുള്ളൂ. കാര്യം ഇന്റർനാഷണൽ ലെവലിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇംഗ്ലീഷിലായിക്കോട്ടെ, തെറ്റില്ല. പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് ദ സബ്ജക്ട് അത് നമ്മൾ മലയാളത്തിലേക്ക് വരുന്നത് എപ്പോഴും നമുക്ക് ഗുണകരമാവും. കാര്യം അവിടെയാണ് നമുക്ക് കൂടുതൽ ഫൈൻഡിങ്സും കൂടുതൽ ക്ലാരിറ്റിയും സബ്ജക്റ്റിൽ നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ നേരത്തെ തന്നെ നമുക്ക് അനുഭവത്തിലുണ്ട്. കൂടാതെ ആ മലയാളം നമ്മൾ ഉപയോഗിക്കാതെ വരുമ്പം വരുന്ന വലിയ ഭീമമായ നഷ്ടമുണ്ട്. ഇത് കേരളമാണ്. കേരളത്തിൽ ജീവിക്കുന്ന സമയത്ത് മലയാളമയിലാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഡോക്ടർ സുരേഷ് നായർ, ഞാൻ എന്റെ ചോദ്യം ഇതാണ്. ബിക്കോസ് അങ്ങ് ഇങ്ങനെ പറയുന്നു മലയാളമയിലാണെന്നൊക്കെ പറയുന്നു. പക്ഷേ എങ്കിൽ തന്നെ നമ്മുടെ ഒരു സമൂഹത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു സംഭവം, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ സുപ്പീരിയർ ആണെന്ന്, മലയാളം സംസാരിക്കുമ്പോൾ ഇൻഫീരിയർ ആണെന്ന് തോട്ട് പ്രോസസ് ഉണ്ട്. അത് സത്യമാണോ? ബ്രൗൺ സാഹിബ് എന്ന് പറഞ്ഞ പോലെ ആ ലെഗസി നമ്മളിങ്ങനെ തലയിൽ കയറിക്കൊണ്ട് നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ രംഗത്തും ഇംഗ്ലീഷ് ഒരു സാധാരണ ക്രയവിക്രയം നടത്തുന്ന ഭാഷയായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വന്നു. അത് ഈ നിറത്തിന്റെ ശരീരത്തിന്റെ നിറത്തിന്റെ കാര്യം പറഞ്ഞ പോലെ വൈറ്റ്സ് എന്ന് പറയുമ്പം വെളുത്ത നിറം, അതിനോടുള്ള നമ്മുടെ വീക്ക്നെസ് അത് മുതലെടുക്കുന്ന കോസ്മെറ്റിക് കമ്പനിയും. പക്ഷെ ആ വെളുത്ത നിറം പോലെ തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷയും. തന്റെ കൈവശം ഇല്ലെങ്കിൽ താൻ തഴയപ്പെടും, താൻ ഒതുക്കപ്പെടും എന്നുള്ളൊരു ഇതിനെയാണ് നമ്മള് മെക്കാളെ സിൻഡ്രോം എന്ന് നമ്മൾ പറയുന്നത്. കാര്യം അതിനൊരു ചരിത്രം അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ബ്രിട്ടീഷ് പാർലമെന്റില് മഹാറാണി അന്ന് കാലത്ത് ഇപ്പൊ ഇന്ത്യൻ സിസ്റ്റം ഗുരുകുലത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ഇവര് വരുന്നത്. അതിനുശേഷം ഈ ഇന്ത്യയെ എങ്ങനെ നമുക്ക് കീഴടക്കാം എന്ന ഒരു ചിന്ത അവരിൽ ഉള്ളിൽ വരുന്ന സമയത്ത് ഇവരതിനെ മെക്കാളെ ഇത് ചെയ്യും. അപ്പൊ മെക്കാളെ അക്രോസ് ഇന്ത്യ യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. ത്രൂ ഔട്ട് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ട്രാവൽ ചെയ്തതിന് ശേഷം പുള്ളി ബ്രിട്ടീഷ് പാർലമെന്റിൽ നടത്തുന്ന ഒരു ഇതുണ്ട്, പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ഞാൻ ഇന്ത്യയുടെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്തിൽ ഞാൻ ട്രാവൽ ചെയ്തു, പക്ഷെ ഒരു സ്ഥലത്തും അസന്തുഷ്ടിയുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അന്ന് അസന്തുഷ്ടി ഇല്ലായിരുന്നു. അല്ല, ഈ അസന്തുഷ്ടി എന്ന് പറഞ്ഞാല് ദാരിദ്ര്യം എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. മനുഷ്യൻ ഹാപ്പിയാണ്. അവൻ ചിലപ്പോൾ അവന്റെ ഡെയിലി ഇതിൽ വേജസിൽ വളരെ കുറവായിരിക്കും അവന്റെ ഇത്, ചില കാർഷിക വൃത്തിയായിട്ട് നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവന്റെ മുഖത്ത് അസന്തുഷ്ടി ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ മഹാറാണി പറഞ്ഞ ഒരു വാക്കുണ്ട്, അതായത് ഐ ബിലീവ് ഇൻ മെക്കാളെ എന്ന് പറയുന്നു. അപ്പോ പുള്ളി പറയുന്നു, എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇന്റർഫിയർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ.
അല്ലാതെ നമുക്ക് ഇതിനെ ഒരു തരത്തിലും ആക്ച്വലി നമ്മുടെ വാല്യൂസിൽ ഇന്റർഫിയർ ചെയ്യാം അല്ലെ, ഗുരുകുല സമ്പ്രദായം. സമ്പ്രദായത്തിൽ. അങ്ങനെയാണ് ഈ മെക്കാളെ സിസ്റ്റം ഓഫ് ലേണിംഗ് നമ്മുടെ ഇതിലേക്ക് വരുന്നത്. അവിടെയാണ് തകർന്നു പോയത് നമ്മൾ ബേസിക്കലി. അപ്പൊ അത് തന്നെയാണ് നമ്മളിപ്പോ പറഞ്ഞു വരുന്ന വിഷയം. അതാണ്. അപ്പൊ നമ്മള് പ്രാദേശികമായിട്ട് ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്നവര് ഈ പ്രാദേശികമായ അറിവുകൾ ഒരുപാടുണ്ടായിരുന്നു. 22 ഭാഷകൾ, 22 പ്രമുഖമായിട്ടുള്ള ഭാഷകൾ, അതിലും കൂടുതൽ ഒരുപാടുണ്ട് ഭാഷകളുണ്ട്. പ്രാദേശികമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പൊ കേരളം തന്നെ നമ്മളിപ്പോ സഖ്യ സാനുക്കളിൽ കിടക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം എന്ന് പറയുന്നത്. ഈ അഗസ്ത്യമല മുഴുവൻ നമുക്ക് മറ്റേ മരുന്നുകളുടെ ചെടികളാണ് മുഴുവൻ നിൽക്കുന്നത്. ഒറ്റ മരുന്നുകളെ കുറിച്ച് പോലും നമുക്ക് അറിവില്ല. ഇതൊക്കെ പ്രാദേശികമായിട്ടുള്ള അറിവുകൾ നേരത്തെ ഉണ്ടായിരുന്നു. അത് മലയാള ഭാഷയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് സംസ്കൃതത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഭൂതഭാഷയിലൊക്കെ അത് എഴുതി വെച്ചിരുന്നു. ഇതൊന്നും തന്നെ നമുക്ക് കൺവെർട്ട് ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് കിട്ടിയില്ല. അതിന്റെ ഒരു വലിയ കുറവ് നമുക്ക് ഇന്റർനാഷണൽ ലെവലിലുണ്ട്. ഇപ്പൊ അത് പുറത്തുള്ള വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. കാര്യം ആ പ്രാദേശികമായിട്ടുള്ള അറിവുകളാണ് അവർക്കും വേണ്ടത്. ഇത് നമുക്ക് കൺവെർട്ട് ചെയ്യാൻ സാധിക്കാതെ വരുന്നത് കൊണ്ട് നമ്മളുടെ ശാസ്ത്ര പഠനത്തില് അത് വല്ലാത്തൊരു കുറവ് നമുക്കിപ്പോ ഞങ്ങളൊക്കെ ആ ഒരു ഗവേഷണ മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ്. നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അങ്ങനെ ഇപ്പൊ ഈ ഗവേഷണ മേഖല നിൽക്കുന്നത് പറയുമ്പോ അത് സാമാന്യ ജനങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള അറിവുകളെ? അല്ല, അത് അങ്ങനെ നമ്മൾ ആ സാമാന്യമായ അറിവുകളെ നമ്മൾ അതിലേക്ക് കൺവെർട്ട് ചെയ്താണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ഈ ഇന്റർനാഷണൽ ലെവലിലേക്ക് അതിനെ കൺവെർട്ട് ചെയ്ത് നമ്മൾ ഇതിനെയൊക്കെ ഒരു പേപ്പറുകൾ ഇന്റർനാഷണൽ ലെവലിലുള്ള പേപ്പറുകൾ പ്രസന്റ് ചെയ്തിട്ട് തന്നെ. മാത്രമല്ല ഇത്തരം അറിവുകൾക്ക് ഒരു ആവശ്യമുണ്ട് എന്നൊരു തോന്നൽ സാധാരണക്കാരിൽ ഉണ്ടാവണം. കാരണം ഈ അറിവ് ഇപ്പം കൃഷി ആയി നമുക്ക് കുറച്ച് ബന്ധമൊക്കെ ഉണ്ട്. അത് 5 സെന്റ് സ്ഥലമാണെങ്കിൽ അതിൽ കൃഷി ചെയ്യുമ്പോൾ പലപ്പോഴും വിളയൊന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇത്തരം അറിവുകളിലേക്ക് ചെന്ന് നോക്കണം, ചെക്ക് ചെയ്യണം. ആ പറഞ്ഞ സമയം ഇപ്പൊ ഞാറ്റുവേല എന്നൊക്കെ നമ്മൾ പറയുന്ന ചില സമയത്ത് ഞാറ്റുവേലയ്ക്ക് മുളക് നടന്നു. അപ്പൊ ചിലർ ചോദിക്കും ഇപ്പൊ എറണാകുളത്ത് എവിടെ കൊണ്ടുപോയി കുരുമുളക് നടാനാ എന്നൊക്കെ. ഇതുപോലെ എന്ത് കൃഷിയിലാണെങ്കിലും ഞാറ്റുവേല അനുസരിച്ച് ഓരോന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ നട്ട സമയം ശരിയാണോ, അതുപോലെ ഈ ഇതിന്റെ മണ്ണ് ഒരുക്കുന്നതിൽ ഉള്ള ചില രീതികൾ നമ്മുടെ നാട്ടറിവിലുണ്ട്. ആ നാട്ടറിവിനെ സ്വീകരിച്ച് ഇപ്പോൾ ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ പച്ചക്കറിക്കും മറ്റു സാധനത്തിനും വലിയ വില കൊടുക്കുന്നത് ഈ ഇതിന്റെ ട്രാൻസ്പോർട്ടിങ് ചാർജാണ്. ആന്ധ്രയിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാനായിട്ട് നമ്മളിവിടെ തന്നെ ഉണ്ടെങ്കിൽ അത് ഉറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലത്. അവരാണെങ്കിലോ അവരെ കുറ്റം പറയാൻ പറ്റുകയില്ല. ഈ അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ വരുന്ന അതുവരെ ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ അവര്. ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കണ്ടത് സവാളയുടെ പുറം തൊലി മാറ്റിക്കഴിഞ്ഞാൽ അകത്തൊരു കറുത്ത ലെയർ കാണാം. ഈ കറുത്ത ലെയർ മരുന്നടിച്ചിട്ടുണ്ടാകുന്നതാണ്. അപ്പൊ അതിന് ഒരാൾ പറഞ്ഞത് ആ കറുത്ത ലെയർ പൂർണ്ണമായിട്ടും കഴുകി കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ വേദന കേടാവും. ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് അകലെന്ന് വരുന്നു. എന്തുകൊണ്ട് നമുക്കിത് നമ്മുടെ അത് മാത്രമല്ല ഇപ്പൊ ഈ ഇന്റർനാഷണൽ പഠനങ്ങൾ കാണിക്കുന്നത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് അവര് അത് എടുത്ത് പറയുന്നുണ്ട്. അതായത് ഈ പ്ലാനറ്റ് എർത്തിൽ തന്നെ ഏറ്റവും പരിഷ്കൃതമായ ഒരു സംസ്കാരം എന്ന് പറയുന്നത് കാർഷിക സംസ്കാരമാണ്. ഒരു മനുഷ്യൻ അവന്റെ ഗുഹാ സംസ്കാരങ്ങളിൽ നിന്ന് അവന്റെ ശിലാ സംസ്കാരങ്ങളിൽ നിന്ന് അവന്റെ അടുത്ത ലെവലിലേക്ക് കയറിയിരിക്കുന്ന കാർഷിക സംസ്കാരത്തിലൂടെ. ഈ കാർഷിക സംസ്കാരം ലോകത്താദ്യമായിട്ട് തുടങ്ങിയെന്ന് നമ്മളല്ല വിദേശീയര് പോലും കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയാം? നമ്മുടെ ഇന്ത്യയിലെ തമിഴ്നാടാണ്. അതുകൊണ്ടാണ് തമിഴ്നാടിന് ഇപ്പോഴും ആ ഒരു വൈശേഷികമായ ഭാവം അവരുടെ ഉള്ളിൽ നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു മലയാളിക്ക് മലയാളി എന്ന് നമ്മളിപ്പോ പറയുന്നതേ ഉള്ളൂ. ഇതൊക്കെ തമിഴകത്തിന്റെ ഭാഗമായിരുന്നു. സൗത്ത് ഇന്ത്യ മുഴുവൻ തമിഴകത്തിന്റെ ഭാഗമായിരുന്നു. നമ്മുടെ ഉള്ളിൽ ഈ സംസ്കാരം ഉണ്ട്. അതിനെ നമ്മൾ കണ്ടെത്താതെ പോയത് കൊണ്ടാണ് നമ്മളല്ലാതായി മാറിയത്. അപ്പൊ കാർഷിക പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് വളരെ ഇതാണ് കാര്യം. ഈ 44 നദികളും അതിൽ 40 പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളും ഇത്രയും മഴ കിട്ടുന്ന ഈ 300-350 സെന്റിമീറ്റർ മഴ കിട്ടുന്ന ഒരു സ്ഥലത്ത് തരിശു ഭൂമികൾ മാത്രം കാണുന്നതിന്റെ കാരണം ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ അതിനെക്കുറിച്ച് ഒരു ഇന്റർവ്യൂ കണ്ടിരിക്കുന്നത് നമ്മുടെ ഗൗരിയമ്മ ഒരിക്കൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. കേരളം രൂപീകൃതമായ സമയത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ഭൂപരിഷ്കരണ നിയമമാണല്ലോ. പക്ഷെ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നതിന് ശേഷം ഭൂമി പലർക്കായിട്ട് കിട്ടിയെങ്കിലും പിന്നീട് വന്ന തലമുറകളെ ശാസ്ത്രീയമായിട്ട് കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതി ഇവിടെ സർക്കാർ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു വൈറ്റ് കോളർ ജോബിലേക്ക് പോവുകയും ഭൂമികളെല്ലാം തരിശു നിലമായിട്ട് കിടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെയാണ് ഈ 70 കൊല്ലം കൊണ്ട് കേരളം ഇത്രയും കാർഷിക വൃത്തിയിൽ പുറകോട്ട് പോയത്. 2 കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന്, ഈ അടുത്ത വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു കമന്റ് കേട്ടോ, ഒരു ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. 8 ലക്ഷം ഹെക്ടർ കൃഷിഭൂമിയിൽ നിന്നും നമ്മുടെ 2 ലക്ഷം ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് നമ്മൾ താഴ്ന്നു. 20,000 കാവുകളിൽ നിന്നും വെറും 5,000 കാവുകളിലേക്ക് നമ്മൾ താഴ്ന്നു.
അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഇത് ഈ ഒരു ഭരണ സംവിധാനം അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തതുകൊണ്ടോ എന്തെങ്കിലും അങ്ങേ പോലുള്ള എക്സ്പേർട്ടുകൾ ഇതിനകത്ത് ഭരണ സംവിധാനത്തിനേക്കാൾ കൂടുതൽ ഇതിന്റെയൊക്കെ ഒരു പ്രാധാന്യം ഇത് വെച്ചു പുലർത്തുന്ന ഇപ്പൊ എന്റെ വീട്ടിലൊരു കാവുണ്ട്, ആ കാവുണ്ടെങ്കിൽ ആ കാവിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കണ്ടേ? അതാണ് അത് ഞാൻ സ്വയം മനസ്സിലാക്കാത്തടത്തോളം കാലം അത് നമ്മൾ വേറെ സർക്കാരിനെ മറ്റാളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ അവിടെ ഒരാള് അതിനകത്ത് കയറുന്നു, അതിനകത്ത് എന്തെങ്കിലും ഒരു ഇത് പറയാം, ഇല്ല അവിടെ ചെയ്യരുത്, അതൊരു പ്രൊട്ടക്റ്റഡ് ലാൻഡ് ആണ് എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ പോപ്പുലേഷന്റെ വർധന, ജനസംഖ്യാ വർധന വരുമ്പോ പട്ടണത്തിലൊക്കെ സ്ഥലത്തിന് പരിമിതികൾ വരികയാണ്. അപ്പം കാവാണെങ്കിലെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ഒരു കെട്ടിടം പണിയുക. തണ്ണീർത്തടങ്ങളാണെങ്കിലും കാവുകളാണെങ്കിലും ഇപ്പോഴത്തെ വനമേഖലകളിലൊക്കെ വന്നിരിക്കുന്ന ഈ കേരളത്തിലെ ഒരു കഴിഞ്ഞ ഒരു ഇത് പുതിയ പഠനങ്ങൾ ഇസ്രോയുടെ ഒക്കെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ കണ്ടാൽ ഞെട്ടിപ്പോവും. കാര്യം എന്ന് വെച്ചാൽ കേരളവും സൗത്ത് കാനറയും അടങ്ങുന്ന എൻ്റെ വെസ്റ്റേൺ ഗാട്സ് നമ്മൾ മഹാരാഷ്ട്ര തൊട്ട് കന്യാകുമാരി വരെ ഉണ്ട്. അതിൽ വെസ്റ്റേൺ ഗാട്സിൽ ഈ കേരളവും സൗത്ത് കാനറ ഡിസ്ട്രിക്റ്റും അടങ്ങുന്ന ഭാഗത്ത് വന്നിരിക്കുന്ന അപജയം, ഈ സസ്യജാലങ്ങളിൽ വന്നിരിക്കുന്ന അപജയം വേറെ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു ഒരു വിഷയം എന്ന് പറയുന്നത്. കേരളം ഈ നമ്മളെ ഒരു പഴയ പാട്ട് തന്നെ അങ്ങനെയല്ല, സഖ്യസാനുക്കളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മനോഹര തീരമായിട്ടല്ലേ കേരളത്തെ ചെയ്യുന്നത്. ഇപ്പൊ സഖ്യസാനുക്കൾ തന്നെ നമുക്ക് ഒരു വിനയായി വരുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഭാവി അത് ബാധിക്കുന്നു. യാതൊരു സംശയമുള്ള കാര്യമല്ല. ഇതിനകത്ത് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ കലണ്ടറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പൊ അങ്ങ് രണ്ടാമത് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ചത് കാർഷിക വൃത്തിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചത്. ഈ കലണ്ടറും ഈ കാർഷിക വൃത്തിയുമായിട്ട് എന്താണ് ഒരു നമ്മുടെ ഒരു ദേശീയ കലണ്ടർ എന്ന് പറഞ്ഞാൽ ശകവർഷം. അങ്ങനെ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്ന ഒരു നിർത്തില്ലാതെ നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. അതില് കാലം നിർണ്ണയിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വർഷം എന്നുള്ള കോൺസെപ്റ്റ്. അപ്പൊ അത് ഗ്രിഗറി കലണ്ടർ ഉണ്ട്, അതിന് മുമ്പ് തന്നെ റോമൻ കലണ്ടർ ഉണ്ട്, പിന്നെ നമ്മുടെ മലയാള കലണ്ടർ 825 AD അപ്പോഴങ്ങായിട്ട് ആയിട്ട് തുടങ്ങിയിരിക്കുന്നതാണ്. അപ്പം അത് കാർഷിക വൃത്തി അടിസ്ഥാനമാക്കി എടുത്തിരിക്കുന്നു. ചിങ്ങം 1 നമ്മള് ഈ ഒഫീഷ്യലായിട്ട് കലണ്ടർ തുടക്കമാണെങ്കിലും ശരിക്കും അത് കാർഷിക വൃത്തിയെ അടിസ്ഥാനമാക്കി ഞാറ്റുവേലയെ അടിസ്ഥാനമാക്കി നമുക്ക് കാണുകയാണെങ്കിൽ മേട 1 പൂർണ്ണമായും നമ്മുടെ കലണ്ടർ കൃഷിയായിട്ട് ബന്ധപ്പെട്ടു. പ്രശ്നം ഈ കൃഷിയില്ലാത്ത മലയാളിക്ക് ഇനി എന്ത് കാർഷിക കലണ്ടർ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമാണ്. പക്ഷെ എന്നാലും നമ്മൾ തിരിച്ചു വരുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാണെങ്കിലും വേണ്ടി വരും, എവിടെയെങ്കിലും സ്പാർക്ക് നമുക്ക് ഉണ്ടാക്കണം, എന്നാണെങ്കിലും വേണ്ടി വരും. ഇടപെടുന്ന ഡോക്ടർ വേണു കുറച്ചു മുമ്പ് സംസാരിച്ചത് നമ്മുടെ ഉള്ളിലേക്ക് അന്തർലീനമായി കിടക്കുന്ന ഒരു സ്പാർക്ക് ഉണ്ട്. നമ്മുടെ ഒരു സംസ്കാരം, നമ്മുടെ ഒരു രീതി, അതിനെക്കുറിച്ച് അത് ഞാൻ കണക്ട് ചെയ്ത് ചോദിച്ചതാണ്. ഇതിലിപ്പോ നമ്മളിപ്പോ മനസ്സിലാക്കണ്ടേ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മള് പഴയ കാലത്ത് ആളുകൾ പറയും, പഴയ കാലത്തെ അമ്മമാരും അപ്പന്മാരും അവരൊക്കെ പറയും 99-ലെ വെള്ളപ്പൊക്കം. ഞാൻ പല ആളുകളോടും ചോദിച്ചു, ഈ 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണെന്നുള്ളത്, ഏത് വർഷമാണെന്നുള്ളത് അറിയില്ല. 1924 നടന്ന ഒരു വെള്ളപ്പൊക്കമാണ് കേരളത്തിൽ. ഈ 1924-ലെ വെള്ളപ്പൊക്കമാണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. ഈ 99-ലെ വെള്ളപ്പൊക്കം എന്നൊരു കഥ പോലെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ആളുകൾ. പക്ഷെ 99 എന്താണെന്ന് പോലും അറിയത്തില്ല. 1099 മലയാള മാസം 1099. അതിപ്പോ 1199 നമ്മളിപ്പോ നിൽക്കുന്നത്. 100 വർഷം എക്സാക്ട്ലി 2024 നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ 100 വർഷം മുമ്പ് നടന്നൊരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ആ സംഭവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ, ആ കാലഗണന പോലും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാര്യം നമ്മുടെ അറിവ് അതിനകത്ത് വളരെ വിപുലമായി നിൽക്കുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ പറയുന്ന കാര്യം, ഈ ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ ഞാറ് നടുന്നതെന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ട്. അതിന്റെ നമ്മളൊരു ഒരു ടെർമിനോളജി വരുമ്പോൾ അത് എങ്ങനെ വന്നിരിക്കുന്നു, എവിടെ നിന്നാണ് അത് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഞായർ എന്ന് പറയുന്നത് നമ്മൾ സൂര്യനെയാണ് നമ്മൾ ഞായർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സണ്ണിന്റെ ഡേ ആണ് ഞായർ. അപ്പം മലയാളത്തിൽ ഇതിലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മള് ഗ്രിഗോറിയൻ കലണ്ടറിലും ഞായർ എന്നാണല്ലോ പറയാം, സൺഡേ. അപ്പൊ ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ വേല എന്ന് പറഞ്ഞാൽ അതിന്റെ ടൈമാണ്, നിൽപ്പിനെയാണ് പറയുന്നത്, ടൈം. അപ്പൊ സൂര്യൻ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ദ്യോതിപ്പിക്കുന്നതാണ് ഈ ഞാറ്റുവേല എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ നക്ഷത്രം, നമ്മുടെ 27 നക്ഷത്രം, ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിലെ ലാക്കാക്കി നേരെ ഒരേ നേർരേഖയിൽ സൂര്യൻ വരുന്ന ദിവസമാണ് ഈ മേട 1 എന്ന് പറയുന്നത്. ആ ദിവസത്തിന് അതിൻ്റെതായ ഒരു പുതുവർഷ ആരംഭമായിട്ടാണ് നമ്മൾ കണക്കാക്കുക. അവിടുന്ന് പിന്നെ കാർഷിക വൃത്തി ആരംഭിക്കുകയാണ്. അതിന്റെ ഒരു 10 ദിവസം അപ്പുറത്തോട്ടും 10 ദിവസം ഇപ്പുറത്തോട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനെയാണ് നമ്മൾ 10-ാം ഉദയം എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാരണം അതാണ്. സൂര്യൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന കാലത്തേക്ക് നമ്മൾ പറയുന്നത് 13 ദിവസം സൂര്യൻ ഒരു നക്ഷത്രത്തെ നോക്കി നിൽക്കും. അടുത്ത നക്ഷത്രത്തിലേക്ക് ഇടുമ്പോൾ ആ ഞാറ്റുവേലയായി.
അങ്ങനെ വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇതിൽ വരുന്ന സമയത്ത് തിരുവാതിര ഞാറ്റുവേലയൊക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ നക്ഷത്രങ്ങളുടെ എല്ലാം ഈ റിസൾട്ടന്റ് ആയിട്ടുള്ള ഒരു 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 ആകർഷണ വലയം വരുന്ന സമയത്താണ് മഴ കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ആ സമയത്ത്. അങ്ങനെയാണ് ഈ തിരുവാതിര ഞാറ്റുവേലയും പുണർന്ന ഞാറ്റുവേലയൊക്കെ മഴ കൂടിയ, അതായത് ഏകദേശം ഇംഗ്ലീഷ് ഗ്രിഗോറിയൻ കലണ്ടറിൽ ജൂലൈ മാസം ഓഗസ്റ്റ് മാസമായിട്ടൊക്കെ അത് വരുന്നത്. അതൊരു കൂടിയുള്ളത് ഈ നക്ഷത്രം നക്ഷത്ര സമൂഹമാണ്. രാശി എന്ന് പറയും. ആ ഒരു രാശി ഒരു 13 ഡിഗ്രി 20 മിനിറ്റ് ഉള്ള ആംഗിൾ, അത്രയും ആംഗിൾ സൂര്യൻ കടന്നു പോകാനെടുക്കുന്ന സമയം, ആ സൂര്യന്റെ വേല, ഞാറ്റുവേല, ആ പോക്കിനാണ് ഈ 13 ദിവസം. അതിൽ തിരുവാതിര ഞാറ്റുവേലയ്ക്കാണ് 15 ദിവസമുണ്ട്. കറക്ഷൻ അതിനകത്ത് വരുന്ന ആ സമയത്ത് ഭൂമിക്ക് ചില പ്രത്യേക അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലാണ് ഈ തിരുവാതിര ഞാറ്റുവേലയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്. ഇത് മനുഷ്യന്റെ ജീവിതത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരസ്ഥിതിക്കും കർക്കിടക കഞ്ഞി കഴിക്കണം, ചില കാര്യങ്ങൾ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന കാര്യം ആ സമയത്ത് നമ്മുടെ ശാരീരിക അവസ്ഥയിൽ പല പല മാറ്റങ്ങൾ സംഭവിക്കുന്നു. പ്രകൃതിയിലെ കാലാവസ്ഥയിലെ മാറ്റം പോലെ തന്നെ സുരേഷ് സാർ പറയാനായിട്ട് അനുബന്ധപ്പെട്ട് എനിക്കത് പലപ്പോഴും അതിനെക്കുറിച്ച് റിസർച്ചുകളും വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നമുക്കിപ്പോ ഇടവപ്പാതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇടവപ്പാതി നമുക്കറിയാം, കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട് ഇടവപ്പാതി തന്നെ നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് മഴ എന്നുള്ള ഒരു ഇത് മാത്രമല്ല, ഈ മഴ നമ്മളെ പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ നമ്മുടെ ട്രോപ്പിക്കൽ മൺസൂൺ വെറ്റ് ക്ലൈമറ്റ് സോണിൽ നിൽക്കുന്നതാണ് നമ്മൾ, എസ്പെഷ്യലി കേരളം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് മഴയെന്ന് പറയുന്നത് വെറും ഒരു ഫിസിക്കൽ ഒരു ക്വാണ്ടിറ്റി അല്ല, അത് നമ്മുടെ മാനസിക ശാരീരിക തലത്തിൽ അതിന് സ്വാധീനമുണ്ടെന്ന് പഠനങ്ങൾ വന്നു കഴിഞ്ഞു. ഇത് നമ്മളെ വീക്കൻ ചെയ്യും. കാര്യം നമുക്ക് കിട്ടേണ്ട മഴ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ സൈക്കിളിനെ പോലും അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈവൻ പുതിയ പഠനങ്ങൾ റീസെന്റ് വന്ന പഠനങ്ങൾ ചിലത് കാണിക്കുന്നത് ചില വൈൽഡ് തരത്തിലുള്ള ക്യാരക്ടേഴ്സ് കാണുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സമൂഹത്തിൽ തന്നെ ഒരുതരം പ്രത്യേക രീതിയിലുള്ള അക്രമാസക്തമായ ചിന്താഗതികള്, ഡിപ്രഷൻസ്, ഇങ്ങനെ ഒരു മനുഷ്യന്റെ ആസകലം എല്ലാ ഇതിലും അതിന് ആ മഴയ്ക്കൊരു റോളുണ്ട്. അല്ലാതെ വെറും നമുക്കൊരു കാർഷിക വൃത്തിയായിട്ട് മാത്രം കണ്ടാൽ പോരാ, ബയോസ്ഫിയറിൽ തന്നെ മഴയ്ക്കുണ്ടാകുന്ന ഒരു ഇമ്പാക്ട് അത് പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ മഴ കുറഞ്ഞു എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ദോഷം പല ലെവലിലാണ്. ഇത് നമുക്ക് കിട്ടേണ്ട സാധനം കിട്ടിയേ പറ്റൂ. അത് 122 ദിവസം കിട്ടേണ്ട മഴ നമുക്കൊരു 5 ദിവസമോ 10 ദിവസമോ കൊണ്ട് ഇപ്പൊ അതിതീവ്ര മഴയായിട്ട് കിട്ടിയത് ഒരു പ്രയോജനമില്ല. അത് ദോഷമാണ്, അത് അങ്ങേറ്റം ദോഷമാണ്. അപ്പൊ ഇതെല്ലാം കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിനെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ വരുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇതിന്റെ ഒരു താളം, പ്രകൃതിക്ക് ഒരു താളം ഉണ്ടായിരുന്നു. ഈ താളം, ആ താളത്തിനനുസരിച്ചാണ് ഇങ്ങനെ ലക്ഷോപലക്ഷം വർഷങ്ങളായിട്ട് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. 1930 കൂടിയിട്ടാണ് ഈ താളം പയ്യെ വ്യത്യസ്തമായി തുടങ്ങിയത്. കാര്യം അന്നേരമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിച്ചത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടി തുടങ്ങി. പിന്നെ ആ താളം വല്ലാത്തൊരു അവതാളത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലേക്ക് കിട്ടി. 2013 കടന്നപ്പോൾ ലോക കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇത് വേറൊരു ലെവലിലേക്ക് കടന്നു, 400 പാർട്സ് പെർ മില്യൺ വോളിയത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ ഒരു 11 കൊല്ലമായിട്ട് മറ്റ് കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന വ്യതിയാനം ആഗോളയിൽ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അപാരമാണ്, അൺപ്രഡിക്റ്റബിൾ. കാര്യം പ്രകൃതി അതിന്റെ ഒരു വലിയ ഒരു ലെവലിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം ഒരു മനുഷ്യനൊരു പനി വരുന്നു. ആ പനിക്ക് നമുക്ക് ചില ലക്ഷണങ്ങളുണ്ട്. അയാൾക്ക് ചൂടുണ്ട്, അയാൾക്ക് ദാഹം തോന്നുന്നു, വിറയൽ വരുന്നു ശരീരത്തിൽ. ഇതൊരു സാധാരണമായ ഒരു ഫീവറിന് വരുന്ന ലക്ഷണങ്ങളാണ്. പക്ഷെ ആ ഫീവർ അധികരിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മെഡിക്കൽ സയൻസിലെ ഫിറ്റ്സ് എന്ന് പറയുന്നത്. ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് പറയാനൊക്കെ ഇല്ല. കാര്യം ഒരുപക്ഷെ അയാൾ ഭയങ്കരമായ ദേഷ്യത്തിലെടുത്ത് വെള്ളത്തിലേക്ക് ചാടുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഒരു കത്തിയെടുത്ത് ഒരാളെ കുത്തുമായിരിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും. കാര്യം അത് നമ്മുടെ ബുദ്ധിയെ ബാധിക്കുന്നു. അപ്പോൾ പ്രകൃതി അതിന്റെ അടുത്ത ലെവലിലേക്ക് കടന്നിരിക്കുക എന്നാണ് നമ്മുടെ പഠനങ്ങൾ നമ്മൾ കാണിക്കുന്നത്. അതായത് പ്രകൃതി ഈ ഒരു അവസ്ഥയിലേക്ക് അതീവ ദേഷ്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് നമ്മൾ എല്ലാ ലിത്തോസ്ഫിയറിലാണെങ്കിലും അറ്റ്മോസ്ഫിയറിലാണെങ്കിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പ്രതലം. അപ്പോൾ ലിത്തോസ്ഫിയറിലാണെങ്കിലും അറ്റ്മോസ്ഫിയറിലാണെങ്കിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാര്യം. പ്രകൃതിക്ക് ഒരു അലംഘനീയമായ നിയമമുണ്ട്. അതിനെയാണ് കൺസർവേഷൻ റൂൾ ഓഫ് നേച്ചർ എന്ന് പറയുന്നത്. അതായത് പ്രകൃതി ഒന്നിനെയും ഒരു സ്ഥലത്ത് അക്യുമുലേറ്റ് ചെയ്യാനോ ഇല്ലാതാക്കാനോ അനുവദിക്കില്ല. അപ്പൊ നമ്മൾ ഈ കാണുന്ന ലാൻഡ് സ്ലൈഡ് ആണെങ്കിലും തണ്ടർസ്റ്റോം ആണെങ്കിലും ലൈറ്റിംഗ് ആക്ടിവിറ്റി ആണെങ്കിലും ഹറിക്കെയിൻസ് ആണെങ്കിലും ഇന്റൻസ് ഹറിക്കെയിൻ ആണെങ്കിലും ഇതെല്ലാം ഈ ഹീറ്റ് വേവ് ആണെങ്കിലും ഇതൊക്കെ തന്നെ പ്രകൃതി അതിന്റെ സ്റ്റെബിലൈസിങ് മെക്കാനിസം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അല്ലാതെ അതിനെ വേറെ ഇതിൽ കണക്കാക്കണ്ട. ആ സ്റ്റെബിലൈസിങ് നടത്തുന്ന സമയത്ത് ഒരു ഭാഗം വൈപ്പ് ഔട്ട് ചെയ്തു. അപ്പൊ പ്രകൃതിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, നമ്മളല്ല. അങ്ങനെ ഒരു തോന്നലുണ്ട്. പ്രകൃതി സംരക്ഷണം എന്ന് നമ്മൾ നല്ല രീതിയിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ?
പ്രകൃതിക്ക് അനുസരിച്ച്, പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുക, പ്രകൃതിക്ക് ഒരു പോറലുണ്ടാക്കാതെ നമ്മൾ ജീവിക്കുക. അല്ലാതെ നമുക്കൊരിക്കലും പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റില്ല, പ്രകൃതി നമ്മളെ സംരക്ഷിക്കുന്നത്. അപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ, ഈ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ നീങ്ങിയില്ലെങ്കിൽ നമ്മൾ വൈപ്പൗട്ട് ചെയ്തു പോകും. ഈ ബയോസ്ഫിയറിലുള്ള മറ്റ് ജീവജാലങ്ങളെല്ലാം തന്നെ, മനുഷ്യനൊഴിച്ചുള്ള മറ്റ് സവിശേഷമായ ചിന്താഗതികൾ ഇല്ലാത്ത മറ്റ് ജീവജാലങ്ങളെല്ലാം പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് തന്നെ പോകുള്ളൂ. വിശേഷ ബുദ്ധി കൊടുത്തു ചില സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആകുന്നത് കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ത്രൂ ഔട്ട് ഈ ലോക ചരിത്രം നമ്മൾ എടുത്താൽ, മില്യൺസ് ഓഫ് ഇയേഴ്സ് ലോക ചരിത്രം എടുത്താൽ, ഈ മാറ്റങ്ങൾ കാലാവസ്ഥയിലും ഒക്കെ വന്നപ്പോ ഓരോ ജീവികളുടെ, ഓരോ ടൈപ്പ് ഓഫ് ജീവികൾ, ചിലത് ഇല്ലാണ്ടായി, പുതിയ ചില ജീവികൾ വന്നു. ഈ മാറ്റം ഇങ്ങനെ തോന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴുള്ളത് ഒന്നും സ്റ്റേബിൾ അല്ല, ഒന്നുമല്ല. അപ്പൊ മനുഷ്യരിലും ഈ ചേഞ്ച് വരുന്നുണ്ട്. ഈ ചേഞ്ചിനെ നമ്മൾ അതിജീവിക്കാൻ നമ്മൾ ചെയ്യുന്ന ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ഈ സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ശരിക്കും ഒരു ചംക്രമണമാണ്. ആ ചംക്രമണത്തിനകത്ത് ഓരോ ഇതിനകത്തും നമ്മളിപ്പം ഉദാഹരണം നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഇത് പറഞ്ഞാൽ, ഒരു ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേയിൽ നമ്മുടെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്താലേ നമുക്ക് ആ ഇന്റർനെറ്റിലൂടെ ലോകത്തെ കാര്യങ്ങളെല്ലാം അറിയാം. അതേസമയം നമ്മുടെ കമ്പ്യൂട്ടർ ഡിറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ കമ്പ്യൂട്ടറിനകത്തെ ഹാർഡ്വെയറുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അത്രേ വരും. മോഡേൺ മനുഷ്യൻ ഈ പ്രകൃതിയുടെ ഈ ചക്രത്തിൽ നിന്ന് വിട്ടുപോയി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രകൃതിയുടെ ഒരു ലക്ഷണങ്ങളോ പ്രകൃതി നൽകുന്ന ഒരറിവുകളോ നമുക്ക് കിട്ടാത്തത്. അതിപ്പോ കാറ്റിലാണെങ്കിലും വെയിലാണെങ്കിലും. മൃഗങ്ങൾക്ക് ഈ പ്രത്യേക വയനാട്ടിലെ പ്രശ്നം വന്നപ്പോൾ ആന ആദ്യം ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നു, കാരണം അവരുമായിട്ട് കണക്റ്റഡ് ആണ് അവരുടെ സെൻസ്. ഇത് നിരീക്ഷണം മതി. ഇപ്പൊ ഞാൻ 2018 ഫ്ലഡ് വരുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ ഞാൻ നിരീക്ഷിച്ചിരുന്നു. ഈ പാറ്റകളിലൊക്കെ വരുന്ന ആ ഒരു ചലനം ഉണ്ടല്ലോ, ദ്രുതഗതിയിലുള്ള അവന്റെ ഒരു ചലനം, അത് വിചിത്രമായ ചലനമാണ്. ഇത് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിനകത്ത്. ഫ്ലഡ് വരുന്നോ എന്ന് നമുക്കറിയില്ല, പക്ഷെ അത് എന്തോ ഒരു സംഭവം. ഈ ജീവജാലങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. അതുകൊണ്ട് ഇപ്പം ഇപ്പൊ സുനാമി വന്ന സമയത്ത് തായ്ലൻഡിലേക്ക്, അത് നഷ്ടപ്പെട്ടു. സുനാമി വന്ന സമയത്ത് തായ്ലൻഡിലൊക്കെ ആ സമയത്ത് ആ ബീച്ചിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ഫുക്കോട്ട ഐലൻഡിലൊക്കെ നടന്നുകൊണ്ടിരുന്ന ആനകളൊക്കെ, ചെറു ആനകളടക്കം വളരെ അനുസരണശീലമുള്ള ആനകളാണ്. അത് തിരിഞ്ഞ് നടന്ന് വനത്തിലേക്ക് നടന്നു പോകുന്നു. അടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല. അത് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, നേരെ പോകുന്നു. അപ്പൊ ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആളുകൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പോകുന്നത്, ഒരു പ്രത്യേക. പക്ഷെ അതിന്റെ പുറകെ സുനാമി വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ നടക്കുന്ന ഓരോ ദുരന്തങ്ങളും, കേരളത്തിൽ നടക്കുന്ന ഓരോ ദുരന്തങ്ങളിലാണെങ്കിലും ഈ ചലനങ്ങൾ, ഇപ്പൊ നമ്മൾ ഈ ലാൻഡ് സ്ലൈഡ് നമ്മളിപ്പോ കണ്ടു, വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് കണ്ടു. കെട്ടിയിട്ട മൃഗങ്ങളല്ലാതെ കണ്ട് വേറെ ഏതെങ്കിലും മൃഗങ്ങളെ അതിനകത്ത് പെട്ടോ? ആദിവാസി സംഘങ്ങളെ ചിലരെ, അതായത് പുറം ലോകമായിട്ട് ബന്ധമില്ലാത്ത വനവാസികളായിട്ടുള്ള ആളുകളുണ്ട്. ഇവരെല്ലാം കൽഗുഹകളിലും മറ്റ് വിഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അതവര് റെസ്ക്യൂ ടീം തന്നെ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ സംഭവിക്കുന്നത് നമുക്ക് പ്രകൃതിയായിട്ടൊരു ബന്ധമില്ലാത്തൊരവസ്ഥ. പ്രകൃതിയായിട്ട് ബന്ധമില്ലെങ്കിൽ നമുക്ക് നമുക്ക് ബുദ്ധിമുട്ടാവും. കാര്യം ആഫ്റ്റർ ഓൾ പ്രകൃതിയാണല്ലോ നമ്മളെ സംരക്ഷിക്കുന്നത്. അപ്പൊ അതിന് ഉള്ള ഇത് നമ്മുടെ പാഠ്യവിഷയങ്ങളിൽ ഇത് വെറും ഒരു ഇക്വേഷനൂടെയോ മറ്റോ നമുക്ക് പ്രകൃതിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതൊക്കെ പ്രകൃതിയുടെ ചലനങ്ങളെ കുറിച്ച്, അതാണ് സയൻസ് എന്ന് പറയുന്നത്. അതൊരു തെറ്റിദ്ധാരണയുണ്ട്. സയൻസ്, ഞങ്ങളൊക്കെ സയൻസ് നിൽക്കുന്നവരാണ്. സയൻസ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിഗൂഢ രഹസ്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ടൂൾ മാത്രമാണ്. പക്ഷെ പ്രകൃതിയുടെ അനുരഞ്ജനത്തിൽ ജീവിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിന് സയൻസ് സഹായിക്കില്ല. അതിന് നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മബോധമാണ് നമ്മളെ ആ പ്രകൃതിയിലേക്ക് അടുപ്പിക്കേണ്ടത്. ഇപ്പൊ എല്ലാത്തിനെയും ഭയം. ഇപ്പൊ ബയോഫോബിയ എന്ന് പറയുന്നത് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് അങ്ങനെയാണ്. ബയോഫോബിയ, മണ്ണിൽ കാലുകുത്താൻ പേടി, വൈറസ് ബാധിക്കുമോ, കാട്ടിൽ പോകാൻ പേടി, പാമ്പ് കടിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള തന്നെ അവന്റെ കാലിന്റെ ഷേപ്പിലുള്ള ചെരുപ്പിട്ടിട്ടല്ലേ അവനെ പുറത്ത് നമ്മൾ ഇറക്കുന്നുള്ളൂ. പണ്ട് കൊച്ചുകുട്ടികൾക്ക് ഈ കരപ്പൻ എന്നുള്ള രോഗമൊക്കെ വരുമായിരുന്നു ഈ മണ്ണിന്റെ അകത്ത് കളിക്കുമ്പോഴേ. ഇപ്പോഴത്തെ പിള്ളേർ കരപ്പനില്ല, കരപ്പൻ നമ്മുടെ ഭാഗത്ത് കാണാനേ ഇല്ല. ചെളിയെ പേടിക്കും നമ്മൾ. നമ്മൾ വീടുകളിൽ ചെളിയെ പേടിക്കുന്നതുകൊണ്ടാണല്ലോ വീടുകളിൽ ടൈലിട്ട് വെച്ചിരിക്കുന്നത്. കാര്യം അവിടുന്ന് ചവിട്ടി അകത്ത് കയറുമ്പോൾ അത് ചെളി എന്ന് പറയുന്നതല്ലേ, മനുഷ്യന്റെ ശരീരം തന്നെ മണ്ണല്ലേ. ഇത് മനസ്സിലാക്കി ഈ ഒരു അറിവ് നമ്മുടെ പഴയ കാലത്തുള്ള ആ ഗുരുകുലത്തിൽ നിന്ന് കിട്ടിയിരുന്ന അറിവ് നമുക്ക് നഷ്ടമായതുകൊണ്ട് നമ്മൾ ഒരുപാട് പുറകോട്ട് പോയി. പക്ഷെ മറ്റു പല രാജ്യങ്ങളിലും അവരവരുടെ തനതായ അറിവുകളെ അവർ റീറ്റേൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ അവർ ഇംഗ്ലീഷിൽ ചിലപ്പോൾ നടത്തുമായിരിക്കും, പക്ഷെ അവരുടെ തനതായ സംസ്കാരത്തെ അവർ അങ്ങനെ തന്നെ വാല്യൂ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇത്രയും ഡൈവേഴ്സ് ഫീൽഡായിട്ടുള്ള ഇത്രയും സംസ്ഥാനങ്ങളുള്ള ഈ സ്ഥലത്ത് ഒരുപാട് അറിവുകളുണ്ടായിരുന്നു. ഇതിനെയൊക്കെ അതുപോലെ തന്നെ നിലനിർത്തണം. ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരുന്നത് എന്തുകൊണ്ടും ഗുണമാണ്. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അറിവില്ലാത്ത ആളുകളെ ഇത് ചോദിക്കുമ്പോൾ നമ്മള് അങ്ങനെയാണ് ചോദ്യം. ഇതിപ്പോ എന്തെങ്കിലും ശുഭാപ്തി വിശ്വാസമുണ്ടോ? അല്ലെ, എപ്പോഴും മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു ഡയറക്ഷനിൽ പോകുന്നു, തിരിച്ചു വരാതെ പറ്റില്ല. പലപ്പോഴും തിരിച്ചു വന്നേ അത്
പൂർണ്ണമാകുള്ളൂ. വീണ്ടും അത് തുടർന്നു. അങ്ങനെ നമ്മുടെ യുഗങ്ങൾ പോലും അങ്ങനെയാണ്. കലിയുഗം കൊണ്ട് കഴിച്ച് വീണ്ടും അടുത്ത ആ ഒരു ചക്രത്തിലേക്ക് വരും. കാര്യം ഉദാഹരണത്തിന് അപ്പൊ ഇതൊക്കെ തന്നെ ആവർത്തിക്കപ്പെടും. ചിലത് പൂർണ്ണമായിട്ടും നശിക്കുമായിരിക്കാം. എങ്കിലും മറ്റേടത്ത് ഇത് എൻ്റെ പൂർണ്ണമായിട്ടും പ്രൂവ് ചെയ്യപ്പെട്ടുണ്ടോ എന്നറിയില്ല. എങ്കിലും 75,000 വർഷം മുമ്പ് ലോകത്ത് പല എന്തോ കാര്യമായിട്ടൊക്കെ സംഭവിച്ചു. ഇന്ത്യയിലേക്ക് കുറെ ആൾക്കാർ വന്ന് രക്ഷപ്പെട്ടു. അവിടുന്ന് വീണ്ടും ഇത് ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ കാണുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ചു വരും. അപ്പൊ എന്റെ ഇതിലേ ഉള്ളൂ നാട്ടറിവ്. അത് വളരെ പ്രധാനമാണ്. നമുക്ക് നിസ്സാരമായിട്ട് ഇപ്പൊ വീട്ടിലെ തന്നെ കാര്യങ്ങൾ പലപ്പോഴും പല രോഗങ്ങളും മാറ്റാനായിട്ട് ചെറിയൊരു നിസ്സാരമായ തുളസി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ പലതും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് മതി ഈ പിന്നെ അത് മാത്രല്ല, ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ പറയാം, ഇപ്പൊ ഈ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ മാതാവാണല്ലോ. മാതാവിനൊരു മാതാവിന്റെ ഒരു ഇതല്ലാതെ കണ്ട ഒരു ഗുരുസ്ഥാനം കൂടെയുണ്ട്. ഗുരു നമ്മളെ പഠിപ്പിക്കും. അപ്പം ഇപ്പൊ ആ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒറ്റ ഉത്തരം നമ്മൾ ചെയ്യിപ്പിച്ചിരിക്കും നമ്മളെ കൊണ്ട് പ്രകൃതി. കാര്യം അത്ര ഭയാനകമായ അവസ്ഥയിൽ ഏത് മനുഷ്യനും അവന്റെ അസ്തിത്വത്തിലേക്ക് മടങ്ങിപ്പോണ്ടി വരും. അപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഈ ലാൻഡ് സ്ലൈഡും മറ്റേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന എന്താണ്? സഹ്യപർവ്വതത്തിലെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, അവിടുത്തെ നഷ്ടപ്പെട്ട ഇതിനെക്കുറിച്ച്. ഇതെല്ലാം തിരിച്ചു വരുന്നുണ്ടോ? ഈ ചിന്തകളും ഈ സംഭാഷണങ്ങളൊക്കെ തിരിച്ചു വരുന്നുണ്ടോ? ഇത് പ്രകൃതി കൊണ്ടുവന്നിരിക്കും. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ പ്രകൃതിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. നമുക്ക് ഒരിക്കലും പ്രകൃതിയെ നിയന്ത്രിക്കാൻ പറ്റില്ല. അത് വെറുതെ തോന്നലാണ്. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്യിപ്പിച്ചിരിക്കും പ്രകൃതി. യാതൊരു സംശയമില്ല അതിനകത്ത്. ഇപ്പം ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വാല്യൂ ഇത് 400 ppm മുമ്പ് മേളിൽ കടന്നിരിക്കുന്ന 2013 ശേഷം. അതിനുശേഷം ആഗോള ഇതിലൊക്കെ ചൈന അടക്കം ഇപ്പൊ ചൈനയിൽ കഴിഞ്ഞ 2 മാസമായിട്ട് അവർക്ക് സദേൺ ചൈന ഇല്ലാതായി. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇല്ലാതായി. ആഫ്രിക്കയിൽ 1.5 മാസമായിട്ട് വെള്ളം ഇറങ്ങുന്നില്ല. ഇതൊക്കെ ഈ മനുഷ്യനെ, ഈ പറഞ്ഞ മോഡേൺ ഹ്യൂമൻ ബീങ്സിനെ അവര് വ്യക്തമായ മുഖ്യധാര മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് സയൻസിന് അതാണ് അവിടെ ഒരു ചെറിയ വിഷയമുണ്ട്. അതായത് നമ്മളെ മാധ്യമങ്ങൾ എത്രമാത്രം ശാസ്ത്രത്തെ ആശ്ലേഷണം ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. കാര്യം വളരെ കുറവാണ് നമ്മള് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. ഈ കൂടെ ഒന്ന് ഒരുമിച്ചൊന്ന് പറയേണ്ട ഒരു കാര്യം, നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ്. അതിൽ മാറി നിൽക്കാനൊന്നും പറ്റില്ല. പ്രകൃതിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് പറഞ്ഞു. ഇത് തന്നെയാണ് നമ്മുടെ ദൈവവിശ്വാസം എന്നുള്ളത്. അതിനെ ആരെല്ലാം ഏജൻസ് വന്നാലും ഓരോ ഡിവൈൻ പേഴ്സൺസ് വന്നാലും പ്രകൃതിയാണ് നമ്മുടെ ഈശ്വരത്വം. ആ ഈശ്വരത്വത്തിൽ നമ്മൾ ലയിച്ച് സൂപ്പർ പവർ പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധം, ആ സൂപ്പർ പവർ നമ്മുടെ ഉള്ളിൽ ആവാഹിച്ചെങ്കിലേ പ്രകൃതിയെ നമ്മുടെ ഉള്ളിൽ ആവാഹിച്ച് ഈ പ്രകൃതിയുമായി ഒത്തിണങ്ങി ജീവിച്ച് അതിൽ സംതൃപ്തി കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. അതില്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാർഷിക മേഖലയും കാർഷികമായ കാര്യങ്ങളും അത് നമ്മുടെ ചില ഉത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നല്ല കോൺസെപ്റ്റ്. അതെ, മനുഷ്യൻ ജീവിതത്തിൽ സെലിബ്രേറ്റ് ചെയ്യണം. അതിന് മദ്യപിച്ച് കിടന്ന് കൂത്തുകളുക എന്നുള്ളതല്ല അർത്ഥം. സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉത്സവമാക്കുക. നമ്മൾ ഈ മലയാളത്തിൽ തന്നെ ഈ ഓണം, വിഷു എന്ന് പറയുന്നതൊക്കെ കാർഷിക വൃത്തിയായിട്ട് അപ്പൊ നേരത്തെ സൂചിപ്പിച്ചു. നമ്മുടെ ചിങ്ങമല്ല അപ്പൊ ആ സമയത്ത് നമ്മൾ വിഷു ആഘോഷിക്കും. അതും ഇങ്ങനെ ബന്ധപ്പെട്ട് ഇതില് ഇപ്പൊ നമ്മുടെ ഭാരതത്തിലെ എല്ലാ, ഇവിടെ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിലും ഭാരതത്തിലെ എല്ലാം ഇത് നമ്മുടെ മിത്തോളജി ആയിട്ട് ബന്ധപ്പെട്ടു, സെലസ്റ്റിയൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ മേട ഒന്നെന്ന് നമ്മൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വിഷുവിന്റെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യൻ സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് വരുന്ന സമയമാണ്. മാർച്ച് 21 അത് ഇക്വിനോക്സ് കടന്ന് ഭൂമധ്യരേഖ കടന്ന് പിന്നെ അത് സദേൺ ഹെമിസ്ഫിയർ ഉത്തരാർദ്ധത്തിലേക്ക് പിന്നെയും കിടക്കുകയാണ്. എക്സാക്ട്ലി നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയിൽ, കേരളത്തിന്റെ മുകളിൽ നമ്മുടെ സെനിത്ത് ആംഗിൾ 0 വരുന്ന ദിവസമാണ് ഈ വിഷു എന്ന് പറയുന്നത്. അന്ന് നമ്മൾ നമ്മളുടെ നിഴല് ഉച്ചയ്ക്ക് 12 നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല, ഒരു ബിന്ദുവിലേക്ക് നിൽക്കുന്നത്. എത്ര ഇതാണ്. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞാണ് 10ാം ഉദയമായിട്ട് നമ്മൾ പറയുന്നത്. അവിടെ നിന്ന് പിന്നെ കൃഷി ആരംഭിക്കാൻ തിരിച്ചുള്ള 10ാം ഉദയമുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പൊ ഇതെല്ലാം ഈ നമ്മളുടെ എല്ലാ ആഘോഷങ്ങളും മിത്തോളജി ആയിട്ട് ബന്ധപ്പെട്ടും അതിനോടനുബന്ധിച്ച് സെലസ്റ്റിൽ ആയിട്ടുള്ള ഇതിന് വേണ്ടി. കാര്യം സെലസ്റ്റിൽ ഇതിനെ ഒരിക്കലും മിത്തോളജിയിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ പൂർവികര്. അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് എല്ലാ ഇതും വന്നിരിക്കുന്നത് തന്നെ. പ്രകൃതിയുടെ സ്വഭാവത്തെ ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിത്തോളജി ഉപയോഗിക്കുന്നത്. ശരിക്കും മിത്തോളജിയുടെ റോൾ അതാണ്. നമ്മുടെ കഥകളും പൗരാണിക കഥകളും എല്ലാം അതിലേക്ക് തന്നെയാണ് നമ്മളെ ഇത് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു നോട്ടം നമുക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ അസ്തിത്വത്തെ ഇപ്പൊ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മളൊരു വെസ്റ്റേണേഴ്സും അല്ല ഈസ്റ്റേണേഴ്സും അല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. അവിടെയാണ് നമ്മുടെ അസ്തിത്വം വളരെ വലിയൊരു എനിക്ക് പറയാൻ പറ്റുന്ന രക്ഷാമാർഗം വീടുകളിൽ, അതായത് നമ്മുടെ മാതാപിതാക്കൾ ഇത് ഉൾക്കൊണ്ട്
കുട്ടികളിലേക്ക് ഇത് പകർന്നു കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യും. കാര്യം ഇപ്പോഴത്തെ ജനറേഷൻ എന്ത് കാര്യത്തിലും റാഷണലായിട്ട് ചിന്തിക്കുന്നവരാണ്. ആ റാഷണലായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനും കൂടെ നമ്മൾ സന്നദ്ധരായിരിക്കണം. നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. അതിനുള്ള ആ ഒരു അറിവ് നമ്മൾ ആദ്യം നേടിക്കൊണ്ട് അവരിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഉപദേശമല്ല, നിർദ്ദേശങ്ങൾ. അവരത് എടുത്തോളും, പിന്നീട് എടുത്തോളും. പക്ഷെ അത് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. അതോടൊപ്പം മാതാപിതാക്കൾക്ക് നമ്മളുടെ സംസ്കാരത്തെ കുറിച്ചും നമ്മളുടെ നാട്ടുകാരിനെ കുറിച്ചും നമ്മളുടെ ഭാരതത്തെ കുറിച്ചും ഒരു മതിപ്പ്, സ്വയം ഒരു ആത്മാഭിമാനവും കൂടി ഉണ്ടാവണം. നമ്മൾ ഇരിക്കുന്നത് എങ്കിൽ മാത്രമേ അത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവിടുത്തെ എല്ലാം മോശമാടാ, ഇവിടെ ഒന്നും നന്നാവില്ല, ഒക്കെ വിദേശത്താണ് എന്നുള്ള ധാരണ കുട്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വളരെയധികം ഗുരുതരമായ ഒരു സ്വാമികാരൻ പറഞ്ഞത്. നിന്റെ അച്ഛൻ മണ്ടനായിരുന്നു, മുത്തച്ഛൻ അതിലും മണ്ടനായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൽ എങ്ങനെ ആ വ്യക്തി ഒരു ഉയർന്ന ഇതിലേക്ക് എത്തില്ല. കാര്യം ഞാനിപ്പോ പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു തെറ്റിദ്ധാരണ ഞാൻ പറയും. ഇപ്പൊ ചില ആളുകൾ പറയും, ഇപ്പോഴത്തെ കുട്ടികളെ നിങ്ങൾ നോക്കൂ, എത്ര തെറ്റാണ്. ഇന്റലിജൻസ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ശിലായുഗം തൊട്ട് ഇപ്പോഴും ഒക്കെ ഇന്റലിജൻസ് ഒന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയും. ഇപ്പൊ ചില ആളുകൾ ഇപ്പൊ അവർ പറയുന്നതിന് ഞാൻ ഇപ്പൊ കമ്പ്യൂട്ടർ പറഞ്ഞാൽ അവരത് ചെയ്യും, ഇത് ചെയ്യും, ഇലക്ട്രോണിക് ഐറ്റംസ് അവർ റിപ്പയർ ചെയ്യുന്നൊക്കെ പറയുന്നത്. ഞാൻ പറയും, ഞാനൊരു വെള്ളക്കയും ഒരു ഓലക്കീറും തരാം, അത് വെച്ചിട്ട് ഒരു പമ്പരം ഉണ്ടാക്കാൻ ഇപ്പോഴത്തെ പിള്ളേർക്ക് അവർ ഉണ്ടാക്കുമോ? അല്ലെങ്കിൽ ഒരു പങ്ക ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കിയത്. ഇത് കാലത്തിന്റെ ബോധമാണത്, അത്രേ ഉള്ളൂ. അതിനെ അത്രയും കണ്ടാൽ മതി. അവർ ജനിച്ച കാലത്ത് ഈ സാധനങ്ങൾ കാണുന്നു, ആ ഗാഡ്ജറ്റ്സ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നു. അന്ന് കാലത്ത് അവർ ചേരുന്ന അവരുടെ കാലത്തുള്ള അല്ലാതെ അത് ഇന്റലിജൻസുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതിനറിയാം, നമുക്ക് മുമ്പേ കടന്നുപോയ ആളുകളെല്ലാം നമ്മളെക്കാൾ എന്തോ ബൗദ്ധികമായിട്ട് താഴെ നിൽക്കുന്ന ആളുകളും നമ്മളെന്തോ വളരെ ഉയർന്ന അങ്ങനെയില്ല. അങ്ങനെ റീലോഡഡ് ഒന്നുമല്ല. മനുഷ്യന്റെ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒറ്റ ഇന്റലിജൻസേ ഉള്ളൂ. അവന്റെ ഒബ്സർവേഷനും നിരീക്ഷണവും അവന്റെ ചിന്തയും മനനം ചെയ്യുന്നു. അതാണല്ലോ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത്. ശ്രവണം, മനനം, നിധിധ്യാസം. ഈ ശ്രവണം മനനം ചെയ്യണ്ടേ? ഈ മനനം ചെയ്യുന്ന അതാണ് നമ്മളിപ്പോൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ ഈ ഒരു പുസ്തകത്തിൽ നോക്കി വായിച്ചുകൊണ്ട് കാര്യമില്ല, അതിനെ മനപ്പാടമാക്കിക്കൊണ്ട് കാര്യമില്ല. ചിന്തിക്കും, ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇത് എന്താണ് ഇതിന്റെ കാര്യം, കിട്ടും, അതിന്റെ ഉത്തരം കിട്ടും. അത് അവനിലേക്ക് ആ ഒരു ഉയർന്ന തലത്തിലേക്ക് അവനെ എത്തിക്കും. അവിടെയാണ് ഈ ശാസ്ത്രബോധം നമ്മളെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്നത്. അത് വരണം. അതൊക്കെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ വരികയും അതിന് പറ്റിയ രീതിയിലുള്ള അധ്യാപകരും രക്ഷിതാക്കളും സജ്ജമാകുകയും ചെയ്യുമ്പോൾ നമ്മളൊരു ഉജ്ജ്വലമായ സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തും. എനിക്ക് യാതൊരു സംശയമില്ല. ശുഭാപ്തിയിൽ അത് സംഭവിച്ചിരിക്കും. കാര്യം ഇത് ഭാരതം അതിന്റെ അഗ്രഗണ്യമായ അവസ്ഥയിലേക്ക് എത്തുന്നത് യാതൊരു സംശയമില്ല. കാര്യം ഇവിടെ അത്ര അറിവുകൾ കിടങ്ങാണ്. വേദങ്ങൾ എന്ന് പറയുന്നത് തന്നെ എന്നായിരുന്നു, കണ്ണഞ്ചിക്കറിയാലോ, വേദം എന്ന് പറയുന്നത് തന്നെ അറിവാണ്. വേദത്തിന്റെ ഇത് തന്നെ അറിവെന്നാണ് പറയുന്നത്. ഏറ്റവും പഴയ 2 ലാംഗ്വേജ് ആയിട്ട് പറയുന്നത് സംസ്കൃതവും തമിഴുമാണ്. ഇപ്പൊ അവർ പറയുന്നതാണ്, ഇപ്പൊ ഒരു ഭാഷ ഏറ്റവും പുരാതനമായ ഭാഷയാണോ എന്ന് എങ്ങനെ അറിയുന്നത്? അതിന്റെ പ്രിമിറ്റീവ് എലമെന്റ്സ് അതിനകത്ത് കാണുമെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ശിശുവിന് സംസാരിക്കാൻ പറ്റുന്ന സംസ്കൃതം അങ്ങനെ ഒരു ശിശുവിന് വേണേൽ സംസാരിക്കും. അതിന്റെ ഒരു ഇത് പറയണമെന്നില്ല, അതിന്റെ ഒരു ഒച്ചയിൽ പോലും അതിനൊരു അർത്ഥമുണ്ട്. അതൊരു കുട്ടിക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന് ഇത്. അതുപോലെ തന്നെ തമിഴന്മാര് സംസാരിക്കുന്നത് വളരെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ശിശു സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. വളരെ എങ്കെ നിങ്കെ പോങ്കെ, വളരെ ഇന്നസെന്റ് ആയിട്ട്. മാത്രമല്ല സംസാരിക്കാനും വളരെ സോഫിസ്റ്റിക്കേഷൻ ആണ്. ഇത് കാണിക്കുന്ന ആ ലാംഗ്വേജ് പ്രിമിറ്റീവ് ആണെന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലേ, ഭാഷാ പണ്ഡിതന്മാര് അവർ തെളിയിച്ചിരിക്കുന്നതാണ്. അപ്പം ഇത് നമുക്ക് വളരെ ഇതായിട്ടുള്ള ഒരു പൗരാണിക കാലമുണ്ട്. സംസ്കൃതവും തമിഴും അടങ്ങിയ ഒരു കാലമുണ്ട്. അതിൽ നിന്നൊക്കെ അറിവുകൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ ഈ അറിവുകളെ നമുക്ക് ശാംശീകരിക്കാനോ അതിനെ പെറുക്കിയെടുക്കാനോ നമ്മുടെ മനസ്സ് സജ്ജമാകും. പ്രധാനമായിട്ടും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് നമ്മുടെ നാട്ടിലെ അറിവും നമ്മുടെ സംസ്കാരവും ശ്രേഷ്ഠമാണ് എന്നുള്ളൊരു ബോധം, ആത്മബോധം. നമ്മൾ ഈ ചർച്ച അവസാനിക്കുമ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ കൊടുത്ത ഒരു മെസ്സേജ്, ഒരു ചെറിയൊരു വാക്കുള്ള അങ്ങയുടെ ഒരു ഇതിനകത്ത് പറയാം. BA മലയാളി 2 years അതെ, തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ അതാണ്, അതല്ലാണ്ട് വേറെ എന്താണെന്ന് തോന്നി പല അനുഭവങ്ങൾ നമുക്കുണ്ടാകും. വിദേശ ജോലി ചെയ്തവർക്ക് ആ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അതിനെ നമ്മളുടെ നാട്ടിലെ ആവശ്യങ്ങളുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തി നമ്മുടെ നാടിന്റെ ഐശ്വര്യം കൂടുതൽ മെച്ചപ്പെടുത്തുക. അതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഗുണങ്ങൾ ഏറെയാണ്. സന്തോഷവും കിട്ടും, ആത്മബോധവും ആത്മസംതൃപ്തിയും കിട്ടും. അത് തന്നെയാണ്. അതായത് നമ്മുടെ ആ ഒരു ആത്മബോധം, അതായത് അഹങ്കാരം താന്ന് അഹംബോധം ഉയരണമെന്നാണ് പറയുന്നത് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. അഹങ്കാരം താന്ന് അഹംബോധം ഉയരണം. നമ്മൾ ആരാണ്, നമ്മൾ ഏത് പൈതൃകത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, നമ്മൾ എന്ത് ലീഗസിയാണ് നമുക്കുള്ളത്. ഈ ഒരു അറിവിൽ നിൽക്കുമ്പോഴേ നമുക്ക് ലോകത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ എല്ലാവരെയും.
അവിടെയാണ് നമുക്ക് മറ്റുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു ശക്തമായ ബോധം നമ്മുടെ ഗുരുകുലത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. നമ്മളൊരു ഗുരു പരമ്പരയുടെ ഭാഗമാണ്. ആ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോൾ അറിവുകൾ നമ്മളിലേക്ക് എത്തും, യാതൊരു സംശയവുമില്ല. നമ്മള് ഉജ്ജ്വലമായ ഒരു ഭാവിയിലേക്ക് നമ്മൾ നടന്നു പോകും. ഇത് സംതൃപ്തി ഇല്ലാതെ ഞാനിവിടെ ജനിച്ചു പോയത് എന്തോ അബദ്ധമായി എന്നുള്ള മട്ടിൽ കുട്ടി വളർന്നു വരുമ്പോൾ എന്താ വരുന്നത്? അത് മാറണം. ആ ഒരു മെസ്സേജ് നമ്മുടെ അതായത് ഈ നമ്മുടെ പൈതൃകത്തെ കുറിച്ച് ആ പൈതൃകം തന്നെ വികലമായിട്ട് പഠിക്കുന്നത്. നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് എന്താ പറയാ, ഇപ്പോ അമേരിക്കയിലേക്കോ ബ്രിട്ടനിലേക്കോ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതൊക്കെ അവരുടെ ക്രൈസിസ് എന്താണെന്ന് അവർക്ക്. ഞാൻ തന്നെ എന്റെ കുട്ടികളോടൊക്കെ ഞാൻ പലപ്പോഴും പറയും, ഇപ്പൊ കണ്ടത്തിൽ പണി, ഇപ്പൊ അങ്ങനെ ആളുകൾ വളരെ കുറവാണ്, എന്നാലും കണ്ടത്തിൽ പണി ചെയ്യുന്ന ആളുകളെ നിങ്ങളൊന്ന് നിരീക്ഷിക്കുക, അവർ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവർ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഓരോ അറിവുകളുണ്ട്. ഈ അറിവുകളെ നിങ്ങളൊന്ന് ക്രോഡീകരിക്കാൻ ശ്രമിച്ചു നോക്കിയേ, എന്തോരോ അറിവുകൾ നമ്മളിലേക്ക് വരും. അല്ലാതെ ഇതൊരു ഡിഗ്രിയോ ഒന്നും അതിനൊരു ബാധകമല്ല. ഡിഗ്രിയൊക്കെ ഒരു പ്ലാറ്റ്ഫോം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അറിവുകൾ വരുന്നതിന് ഒരു ഡിഗ്രി ഒന്നും ബാധകമല്ല. അതെല്ലാം മനുഷ്യരിലും അതുണ്ട്, ആ അറിവുകളുണ്ട്. ആ അറിവുകളെ നമ്മളൊന്ന് കോർത്തിണക്കിയാൽ മാത്രം മതി നമ്മൾ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മള് ഡോക്ടർ വേണു ഇവിടെ സൂചിപ്പിച്ച മാതിരി അഹങ്കാരത്തിൽ നിന്നും അഹംബോധത്തിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടുന്നതിന്റെ ഒരു ആവശ്യത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ അവസാനം സംസാരിച്ചത്. നഷ്ടപ്പെട്ടു പോയ സംസ്കാരങ്ങൾ, ആ സംസ്കാരങ്ങൾ നമ്മൾ വീണ്ടും സ്വായത്തമാക്കുവാനുള്ള വലിയൊരു പ്രയത്നത്തിന്റെ ഭാഗമാണ് നമ്മൾ ഈ ചെയ്യുന്ന ഇന്റർവ്യൂ അടക്കം. ഈ രണ്ടുപേരും, ഡോക്ടർ സുരേഷ് നാരായണനും ഡോക്ടർ വേണു ജി നായരും നമ്മളോട് സംസാരിച്ചത് വ്യക്തമായും നമ്മൾ നമ്മുടെ സാംസ്കാരിക തനിമയിലേക്ക് മടങ്ങിപ്പോകേണ്ടതിന്റെ ആവശ്യത്തിനെ കുറിച്ചാണ്. ഇത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളോ മറ്റ് സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ കമന്റായി ചെയ്താൽ ഈ എക്സ്പേർട്സിലൂടെ ഞങ്ങൾ ചോദിച്ച് വ്യക്തമായ ഉത്തരം അതിന് ഞങ്ങൾ നൽകുന്നതായിരിക്കും. ഈ ഷോ കണ്ട എല്ലാവർക്കും, ചിങ്ങമാസ പുലരിയിൽ എന്ന ഈ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ജയ് ഹിന്ദ്.